മയക്കുമരുന്ന് കടത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വാഹന നമ്പർ ഉൾപ്പെടെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയായതുകൊണ്ട് ഇവർ പിടിയിലകപ്പെടുകയാണ് ചെയ്തത്. ആളെ തിരിച്ചറിയാതെ നടത്തിയ പരിശോധന അല്ലെങ്കിൽ ഇക്കുറിയും ഇവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ തന്നെ ലഹരി കടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന പ്രശ്നമാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് സംഘത്തിൻ്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടുന്ന കാര്യമായിട്ടാണ് വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടിരിക്കുന്നു. പല ചോദ്യങ്ങളും ഉയരുമ്പോൾ മുഖ്യമന്ത്രി സതീശൻ മൗനം പാലിക്കുന്നു. പകൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, തൂഫാൻ വാരിയേഴ്സ്, നേരമിരുട്ടിയാൽ മയക്കുമരുന്ന് ഇടപാടുകൾ. VD സതീശനുമായി മുഖ്യപ്രതിക്കുള്ള രാഷ്ട്രീയമായ അടുപ്പവും വ്യക്തിപരമായ സൗഹൃദവും അത്രമേൽ വ്യക്തമായി കഴിഞ്ഞു. ടീം VD സതീശൻ എന്ന സോഷ്യൽ മീഡിയ പേജിൻ്റെ കോർഡിനേറ്ററാണ് പ്രധാന പ്രതി ഹുസൈൻ മുസാഫിർ എന്ന KH മുഹമ്മദ് ഹുസൈൻ. ആ ബന്ധം വെളിവാക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇതിനോടകം വന്നിരിക്കുന്നത്. ദീർഘനാളായുള്ള അടുപ്പം വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങൾ. ഏതെങ്കിലും പരിപാടി സ്ഥലത്ത് വെച്ചെടുത്ത ചിത്രങ്ങളല്ല ഇവയൊന്നും. ദേശീയ മാധ്യമങ്ങൾക്ക് വരെ വാർത്തയ്ക്ക് വകയുള്ളതാണ് ടീം VD സതീശനും മയക്കുമരുന്ന് പ്രതികളും. എന്നാൽ മെറ്റയെക്കൊണ്ട് ഫേസ്ബുക്കിൽ നിന്നും ഈ വാർത്തകൾ മുക്കിച്ചു. കൈരളിയടക്കം ചില മാധ്യമങ്ങളുടെ വാർത്തകൾ ഫേസ്ബുക്ക് മുക്കി. ഇത്തരം നടപടികൾ ചോദ്യം ചെയ്തുള്ള ജോൺ ബ്രിട്ടാസ് MPയുടെ വിമർശനത്തിനും പ്രചാരണം കിട്ടാതിരിക്കാൻ ആ വാർത്തയും ഒഴിവാക്കി. മോദി വിമർശന വാർത്തകൾക്ക് പ്രചാരം ലഭിക്കാതിരിക്കാൻ മെറ്റ ചെയ്യുന്ന പണി ഇപ്പോൾ VD സതീശന് വേണ്ടിയും നടക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്താതിരിക്കില്ല. മയക്കുമരുന്ന് ഇടപാടുകാർ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണെന്നുള്ളത് നാടിന് അലങ്കാരമേ അല്ല. അധികാര കേന്ദ്രങ്ങളിലെ സ്വാധീനം തെളിയിക്കുന്ന പടമൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ പ്രതികൾ എടുത്തു കാട്ടി നോക്കി. പക്ഷേ ചില പോലീസുകാർ അതൊന്നും കണ്ട് വിരണ്ടില്ല. ഇനിയും ഇതുപോലെ ടീമിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും. ബെസ്റ്റ് ടീം VD സതീശൻ. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് VK സനോജ് MLA, DYFI സംസ്ഥാന സെക്രട്ടറി, രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഈ പ്രതികൾ തന്നെയാണ് അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും മുഖ്യമന്ത്രിയുമായുള്ള ദീർഘനാളത്തെ ബന്ധത്തിൻ്റെ, അതായത് മുഖ്യമന്ത്രിയാകും മുമ്പ് ഏതോ ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് ആരാധന മൂത്ത് കണ്ടുമുട്ടിയ കൂട്ടരൊന്നുമല്ല എന്ന് വ്യക്തമാക്കും വിധത്തിലേക്ക് അവർ തന്നെ അവരുടെ ഈ രാഷ്ട്രീയാഭിമുഖ്യം, നേതാവിനോടുള്ള ആരാധന, നേതാവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്, നേതാവിനോട് വളരെ സ്വകാര്യമായി സംസാരിക്കാൻ ഈ പ്രതികൾക്കുള്ള അവരുടെ സ്വാതന്ത്ര്യം, അതൊക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചത്, അതൊക്കെ ഈ സമയത്ത് മറ്റൊരു തരത്തിൽ വളരെയേറെ ഗുണപ്പെട്ടിട്ടുണ്ട് ഒരു സമൂഹത്തിന് കാര്യങ്ങൾ തിരിച്ചറിയാൻ, വെളിവാകാൻ, മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ VD സതീശൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ വിമർശന വിധേയമായി നിൽക്കുന്നു. അദ്ദേഹം മൗനം പാലിക്കുന്നു. ടീം VD സതീശൻ എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ കോർഡിനേറ്ററാണ് എന്ന് അയാൾ തന്നെ, ആ പ്രതി തന്നെ പറയുന്നു. അയാളുടെ യൂത്ത് കോൺഗ്രസ് ബന്ധം, നേതൃസ്ഥാനം ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ KH മുഹമ്മദ് ഹുസൈൻ, 28 വയസ്സുള്ള ഹുസൈൻ മുസാഫിർ എന്ന KH മുഹമ്മദ് ഹുസൈൻ, അയാളാണ് ടീം VD സതീശൻ എന്ന സമൂഹ മാധ്യമ പേജിൻ്റെ കോർഡിനേറ്ററും VD സതീശനുമായി വലിയ ബന്ധവുമുള്ളയാൾ. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇതായി കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം, മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നതാണ് ഈ പറഞ്ഞ ഹുസൈൻ മുസാഫിർ എന്ന KH മുഹമ്മദ് ഹുസൈൻ. മാത്രമല്ല ഇതൊക്കെ മനസ്സിലാക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികളെ കുറെ കൂടി സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തോടൊപ്പം, രാഷ്ട്രീയത്തോടൊപ്പം ഉറച്ചു നിന്ന്, ഒപ്പം ചേർന്ന്, ഓരം ചേർന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അത് കേവലമായ വളരെ പെട്ടെന്നുള്ള ഒരു പരിചയമൊന്നുമല്ല ഇതിലൂടെ വെളിവാകുന്നത് എന്നത് പ്രശ്നമാണ്.
അത് പ്രധാനമായും അതിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രേക്ഷകർക്ക് മുമ്പാകെ അതുപോലെ പാനലിസ്റ്റുകൾക്ക് മുമ്പാകെ വെക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് ഹുസൈൻ അല്ലെങ്കിൽ അതെ മുഹമ്മദ് ഹുസൈനെ ആണ് കണ്ടത്. മറ്റൊരാൾ ഇനി മുഹമ്മദ് ഹുസൈൻ്റെ തന്നെ വീഡിയോ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഒത്തുള്ള വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവും ഒത്തുള്ള വീഡിയോ കൂടി ഈ മുഹമ്മദ് ഹുസൈൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലുന്നതാണ്. മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണെന്നാണ് സംശയം. അതൊക്കെ ഇനി ഇവരൊക്കെ തന്നെ പറയണം ഏത് കാലത്ത് എപ്പോഴാണ് ഈ കൂടിക്കാഴ്ചകളും ഈ സൽക്കാരവും ഈ ഹൃദയ ഐക്യവും ആഭിമുഖ്യവും ബന്ധവും ഒക്കെ രൂപപ്പെട്ടതെന്നൊക്കെ പറയേണ്ടയാൾ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ കൈ കൂട്ടി ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. തിരിച്ച് യാത്രയാക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് മുഖ്യമന്ത്രി ആയതിന് ശേഷമുള്ളതാണ്. ഇത് പ്രതിപക്ഷ നേതാവായ കാലത്തതാണെന്ന് തോന്നുന്നു. ആകെ കൺഫ്യൂഷനാണ്. ഏതായാലും അതൊക്കെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇത് അതിൻ്റെ വീഡിയോയാണ്. ഇതൊക്കെ ഈ പ്രതിയുടെ തന്നെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് ഇപ്പോൾ ലോകം കാണുന്നതാണ്. മറ്റൊരു പ്രതി PA അബ്ദുൽ സലാം എന്നുള്ളതാണ്. ഇവരെല്ലാം ബന്ധുക്കളുമാണ്. ഇതാണ് അബ്ദുൽ സലാം എന്ന പ്രതി, വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ആൾ. റൈറ്റ്. ഇനി അബ്ദുൽ സലാമും ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടി കാണാം. ഓക്കെ. അപ്പോൾ ഏതായാലും ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക് ഇത് കുറേ കൂടി സഹായകരമായിരിക്കും. ഇവരൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചാലും നമ്മൾക്കും കൂടി കാണുന്ന പ്രേക്ഷകർക്ക് കൂടി ഇതേക്കുറിച്ചൊരു വിലയിരുത്തൽ. ഇതാണ് അബ്ദുൽ സലാം കൂടെ നടന്നു പോകുന്നത്. അത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പവും ഇങ്ങനെ നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ വന്നിരുന്നു. അത് നിയമസഭയിലാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ ഇങ്ങനെ നിയമസഭാ മന്ദിരത്തിലേക്കുമല്ല നിയമസഭയിലേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് ആനയിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ വി.ഡി. സതീശനുമൊത്തും ഈ അബ്ദുൽ സലാം എന്ന ഈ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും ഒപ്പം PA അബ്ബാസ് എന്ന ആളെയുമാണ് ഞായറാഴ്ച ഇങ്ങനെ ഈ കാലിക്കടവിൽ വെച്ച് പോലീസ് പിടികൂടിയത്. 7 ലക്ഷം രൂപയിലേറെ വിലയുള്ള 139.29 ഗ്രാം MDMA-യുമായിട്ടാണ് അറസ്റ്റിലായത്. പിന്നീട് MDMA കാസർഗോട്ടേക്ക് വിതരണത്തിന് കൊടുത്തുവിട്ട പെരുമ്പാവൂർ സ്വദേശി സൈനുൽ ആബിദീൻ എന്നയാളെ പെരുമ്പാവൂരിൽ അന്വേഷണ സംഘം പിന്നീട് പിടികൂടുകയും ചെയ്തു. അതുപോലെ ഇവർ ഈ കാസർഗോഡ് പിടിക്കപ്പെട്ട സമയത്താണ് രക്ഷപ്പെടാൻ കഴിയുന്ന ചില തന്ത്രങ്ങളൊക്കെ പയറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച, പക്ഷേ ചില പോലീസുകാർ അതൊന്നും കണ്ടു വിരണ്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ട സ്ഥിതിക്ക് ചർച്ചയിലേക്ക് പോകാം. വി കെ സനോജ് നമ്മൾക്കൊപ്പം ചേരുന്നു. വി കെ സനോജ് MLA ഇന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നല്ലോ. DYFIയുടെ അന്വേഷണത്തിലും ഇപ്പോൾ വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ബന്ധം, ഇവരുടെ മയക്കുമരുന്ന് ഇടപാട്, അതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വിവരം പോലീസിലേക്ക് ആരോ എത്തിച്ചു കൊടുത്തതിനെ തുടർന്ന് തന്നെയാണ് കാസർഗോഡ് ഈ റെയ്ഡും അല്ലെങ്കിൽ ഈ പരിശോധനയും പിടിവീണതും അവിടെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ പലർക്കും അറിയാം ഇവർക്ക് ഇത്തരം ഏർപ്പാടുകളുണ്ട് എന്ന്. അറിയാത്ത കാര്യമൊന്നുമല്ല, അറിയുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ പലരും അത് മിണ്ടാതിരുന്നത് കാരണം അധികാര കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് മിണ്ടാതിരുന്നതാകാം എന്നതുകൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സനോജിൻ്റെയും DYFIയുടെയും ഒക്കെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, ഇത് ഒറ്റപ്പെട്ടതോ ചെറിയതോ ആയ ഒരു സംഭവമല്ല. ഇത് വളരെ വിപുലമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇവർ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതൃനിരയുടെ സഹായം തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വി.ഡി. സതീശനുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതായത് ഇത്തരം സംഘങ്ങളുമായിട്ട് വി.ഡി. സതീശനുള്ള ബന്ധം സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ നേരത്തെ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശികമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഓരോ ആളുകളുടെയും ജീവിത നിലവാരവും പെട്ടെന്ന് പണമുണ്ടാക്കുന്നതും അവർക്ക് രാഷ്ട്രീയമായി ചില സ്വാധീനമുണ്ടാകുന്നതൊക്കെ.
അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകളുമായിട്ട് വി ഡി സതീശനും കോൺഗ്രസ് നേതൃനിരയിലെ ചിലർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ചില MLA പറഞ്ഞ അവരുടെ പേര് പരാമർശിക്കുന്നില്ല, അവർക്കുമെല്ലാം ഉള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ അത്യന്തം ഗൗരവമായിട്ടൊരു വിഷയമാണ്. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ചില സൈബർ പോരാളികൾ ഇപ്പോൾ പറയുന്നത് അതെന്താ ഒരു ഫോട്ടോ പുറത്തു വന്ന അത്ര വലിയ പ്രശ്നമാണോ? ആരൊക്കെയായിട്ടുള്ള ഫോട്ടോകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫോട്ടോയും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അല്ല സനോജ്, പതിവിന് വിരുദ്ധമായി ഞാൻ തുടക്കത്തിൽ ഈ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോയും പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചത് ഒരു വസ്തുതയാണ്, വേണ്ടത് കൂടിയാണെന്ന് തോന്നിയിട്ടാണ്. ഇന്നിപ്പോൾ വളരെ നന്നായി നിങ്ങൾ ആ ഫോട്ടോ കാണിച്ചത്. കാരണം ഇവർ കൊടുത്ത ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഇതൊക്കെ സാധാരണ സംഭവമല്ലേ. മുഖ്യമന്ത്രിയുമായിട്ട് ആരൊക്കെ ഫോട്ടോ എടുക്കും, പൊതുപ്രവർത്തകരാകുമ്പം ഏതൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും, എല്ലാവരെയും നിരീക്ഷിക്കാനൊന്നും കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള വളരെ ആളുകൾക്ക് ലളിതമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇവർ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കൈരളി TV പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം കാണുന്നത് എവിടെ വെച്ചാണ്? ഇതെല്ലാം സ്വകാര്യമായ സന്ദർശനങ്ങളാണ്. ഏതെങ്കിലും ഒരു പൊതു സ്ഥലത്ത് വെച്ചോ, ഒരു കല്യാണ ചടങ്ങിൽ വെച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗൃഹപ്രവേശ ചടങ്ങിൽ വെച്ചോ അല്ല. ഇത് വളരെ സ്വകാര്യമായ നിമിഷങ്ങൾ. ഇപ്പോൾ വി ഡി സതീശൻ്റെ വസ്ത്രം കണ്ടാൽ അറിയാം അത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വസതിയാണ്, അല്ലെങ്കിൽ ഏതോ ഹോട്ടൽ മുറിയാണ്. അതുമാത്രമല്ല, ഈ പ്രതിയുടെ വീട്ടിലേക്ക് വിവിധ ഘട്ടങ്ങളിൽ വി ഡി സതീശൻ പോയിട്ടുണ്ട്. വി ഡി സതീശനുമായിട്ട് ഉള്ള അഭേദ്യമായ ബന്ധം നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് അവർ തമ്മിലുള്ള ആ പെരുമാറ്റം. അവരെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, അകന്ന ഒരു പരിചയമേ അല്ല. ഇത് എത്രയോ കാലമായിട്ട് ഒരു പരസ്പര കൊടുക്കൽ വാങ്ങലിൻ്റെ എല്ലാം ഒരു തലം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. മാത്രമല്ല, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ്. അപ്പോൾ വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അതിനേക്കാൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ തൂഫാൻ വാരിയറാവുമല്ലോ. അതായത് ഈ തൂഫാൻ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനേക്കാൾ രസകരമായി എനിക്ക് തോന്നിയത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അയാളുടെ നാട്ടിൽ നടത്തിയ ജാഥ ഇയാൾക്ക് പതാക കൈമാറിയിട്ട് അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്തൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തൂഫാൻ വാരിയറായിട്ട്, ജാഥ ലീഡറായിട്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ട്, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട്, പല നേതാക്കന്മാരുമായും നല്ല ബന്ധമുള്ള ആളൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്, അവരുടെ അണികൾക്ക്, അവരുടെ സൈബർ പോരാളികൾക്ക് ഇതേതോ ഒരു സെൽഫി അല്ലേ എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന പ്രശ്നമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം, ഈ സതീശൻ പലപ്പോഴും കാര്യങ്ങൾ വെളിപ്പെടുത്താറില്ലല്ലോ. ഇപ്പം നേരത്തെ ഹെലികോപ്റ്റർ വിവാദം ഉണ്ടായ സമയത്ത് പറഞ്ഞ് എനിക്ക് അജ്ഞാതനായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി വന്നു എന്നാണ്. ഇപ്പോൾ ന്യായമായും ചിലപ്പോൾ ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ വേണ്ടി കഴിയും. ഇതുപോലെയുള്ള അജ്ഞാതനായിട്ടുള്ള ഇൻവെസ്റ്റർമാരാണോ എന്ന കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള തേർഡ് റേറ്റ് ക്രിമിനലുകളുമായിട്ട് ഇത്രമാത്രം ചങ്ങാത്തമുള്ള ഒരാളാണെന്ന് പറയുന്നതിൽ രാഷ്ട്രീയ എല്ലാം മാറ്റിവെച്ചാൽ തന്നെ ഓരോ കേരളീയനും അപമാനം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇമാതിരി കൂട്ടുകെട്ടിലേക്ക് എങ്ങനെയാണ് വി ഡി സതീശനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിയത് എന്നത് അത്യന്തം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ അജ്ഞാതനായിട്ടുള്ള ഇൻവെസ്റ്റർമാരെ കാണാൻ പോയി എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവരോട് തട്ടിക്കയറി. കാരണം ഇതുപോലെയുള്ള ആളുകളുടെ പേര് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്തരം അജ്ഞാതരായിട്ടുള്ള ഇൻവെസ്റ്ററുമായിട്ടാണോ കേരളം കരാറിൽ ഏർപ്പെടുന്നത്? ഇവർക്കുള്ള സംരംഭം വികസിപ്പിക്കാനാണോ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന ഒരു സംശയം ഇവിടെ ഉന്നയിക്കാൻ ഉണ്ട്. മറ്റൊന്ന്, ഇതിൽ അത്യന്തം ഗൗരവമായ മറ്റൊരു കാര്യം, ഇപ്പോൾ TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വർഗീയവാദി അങ്ങേയറ്റം വിഷമമിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തി, യൂട്യൂബിൽ ചില പ്രസംഗങ്ങൾ നടത്തി, അത് പ്രചരിപ്പിച്ചു. എത്ര ദിവസമാണ് യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് അവിടെ നിന്നത് ശരത്ത്? എനിക്കൊന്ന് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ 11 ദിവസമായിട്ട് ആ വർഗീയ പരാമർശം, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന ആഹ്വാനം, ആക്രോശം, വംശീയത, അതെല്ലാം തുളുമ്പുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 11-12 ദിവസമായിട്ട് യൂട്യൂബിൽ കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ LDFിൻ്റെ പ്രതിനിധി ചോദിച്ചു, എന്തുകൊണ്ടാണ് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ ഗവൺമെൻറ് നടത്താതിരുന്നത്? അപ്പോൾ കോൺഗ്രസ് നേതാവ് പറഞ്ഞ് ഞാൻ കേട്ടു, അതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ്. അത് DGP അങ്ങനെ പെട്ടെന്ന് മെറ്റക്കൊരു മെയിൽ അയച്ചാലൊന്നും അത് സാധ്യമാവുന്ന കാര്യമല്ല. അതിനെല്ലാം എന്തെല്ലാം തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് അവതാരകനോട് ചൂടാവുന്നു, പങ്കെടുക്കുന്ന മറ്റ് പാനൽ അംഗങ്ങളോട് ചൂടാവുന്നു. നിങ്ങൾ ഇന്നത്തെ കഥ നോക്ക്. ഇന്നിപ്പോൾ നിങ്ങളുടെ കൈരളിയുടെ കാർഡ് വന്നു, റിപ്പോർട്ടർ ചാനലിൻ്റെ കാർഡ് വന്നു. ഈ കാർഡുകളെല്ലാം വന്ന് മിനിറ്റുകൾക്കകം മെറ്റയ്ക്ക് ഇവിടുന്ന് മെസ്സേജ് പോവുകയാണ്, അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്. പിൻവലിക്കുകയാണ്. ഇതെന്താ അടിയന്തരാവസ്ഥയാണോ? ഓപ്പറേഷൻ തൂഫാൻ ആർക്കെതിരായിട്ടാണ്? ഇവിടെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾക്കെതിരായിട്ടുള്ള, വാർത്തകൾക്കെതിരായിട്ടുള്ള തൂഫാനായിട്ട് ഇവിടുത്തെ ഓപ്പറേഷൻ തൂഫാൻ മാറുകയാണ്. വാർത്തകൾക്കെതിരായിട്ട് തൂഫാൻ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം വേറെയുണ്ടോ?
അപ്പോൾ യഥാർത്ഥ തൂഫാൻ ആർക്കെതിരെയാണ് എന്ന ചോദ്യത്തിന് കഞ്ചാവ് മാഫിയകൾക്കെതിരായ വാർത്ത കൊടുക്കുന്ന വാർത്താ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള തൂഫാൻ പ്രഖ്യാപിക്കുന്നു ഈ സംസ്ഥാന ഗവൺമെൻറ് എന്ന് വേണം കാണാൻ. അതുകൊണ്ട് വാർത്തകളെ ഈ നിലയിൽ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കി കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാലൊന്നും ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അതുകൊണ്ട് മോഡി കേന്ദ്രത്തിൽ ചെയ്യുന്നത് എന്താണോ അതാണ് വി ഡി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡിയും വി ഡിയും വാക്കുകളിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറയേണ്ടി വരികയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടൊരു കാര്യമാണ്. പാർട്ടി ഏതോ ആയിക്കൊള്ളട്ടെ, പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘങ്ങളെല്ലാമായിട്ടുള്ള ചങ്ങാത്തമുള്ള ഒരാളാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തി മുഖ്യമന്ത്രി ഓഫീസ് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരണം. മുഖ്യമന്ത്രിയുമായിട്ട് ഇത്രയേറെ ബന്ധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കേട്ടിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം സ്ഥിരമായി പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസിൽ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഏത് സമയത്തും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് പോലും ഇയാൾ. അങ്ങനെ ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. അപ്പോൾ ഓഫീസിൽ മുഖ്യമന്ത്രിയുമായിട്ട് ഇത്ര ബന്ധമുണ്ടെങ്കിൽ പിന്നെ മറ്റാളുകളുമായിട്ടൊക്കെ എന്തൊക്കെ ബന്ധമുണ്ടാവും? അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. ആഭ്യന്തര മന്ത്രി ഈ കാര്യത്തിനകത്ത് മറുപടി പറയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിനകത്ത് പരസ്യമായി വിശദീകരണം കൊടുക്കാൻ തയ്യാറാവണം. അല്ലാതെ ഏതെങ്കിലും ക്യാപ്സൂൾ ഇറക്കിയിട്ട് അതെല്ലാം ഞാൻ മുഖ്യമന്ത്രിയായ സമയത്ത് ആരൊക്കെ ഫോട്ടോ എടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിയാനാണ് ഭാവമെങ്കിൽ അത് കുറച്ച് കടന്ന കൈയാവും. അതിനൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി കേരളത്തിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ്റുണ്ട്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. റൈറ്റ്. ഇപ്പോൾ സനോജ് പറഞ്ഞ കാര്യത്തിൽ അതിൻ്റെ ആ കാർഡുകളും കൂടി പിന്നീട് കാണിക്കാം. വളരെ വിചിത്രമായ നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് ഈ വാർത്ത ആദ്യം തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ, ഇവർ പ്രതികളുടെ വിവരങ്ങൾ, ഇതെല്ലാം വിവരങ്ങൾ വെച്ച് വാർത്ത ചെയ്തപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട ഞങ്ങളുടെ സോഷ്യൽ മീഡിയ കാർഡുകളൊക്കെ മെറ്റ അത് വല്ലാതെ വിലക്കുന്നു, പിടിക്കുന്നു, അത് മുക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു. അതുമാത്രവുമല്ല, ഇപ്പോൾ ടി ജി മോഹൻദാസിന് എതിരെ ഞങ്ങൾ കൊടുത്ത ഒരു വാർത്ത അതെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നായിരുന്നു. RSS വക്താവ് ടി ജി മോഹൻദാസിനെ തൊടാൻ സർക്കാരിന് പേടിയോ എന്നൊരു വാർത്തയായിരുന്നു. ആ വാർത്തയുടെ വിവരങ്ങളുമാണ് മെറ്റ ഫേസ്ബുക്ക് ഒഴിവാക്കിയത്. ആളുകളിലേക്ക്, വായനക്കാരിലേക്ക് അല്ലെങ്കിൽ കാണുന്നവരിലേക്കോ ഒന്നും എത്തരുത്. അതുപോലെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരണം, വാർത്ത വായിക്കാം എന്ന് പറയുന്ന ആ വാർത്തയിലും അതുമായി ബന്ധപ്പെട്ട കാർഡിനും സമാനമായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററും മെറ്റ പൂർണ്ണമായും മുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതുപോലെ നീതികേട് കാണിച്ചു, പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതായി കോൺഗ്രസ് അനുഭാവിയായ വീട്ടമ്മ എന്ന് പറയുന്ന ഒരു വാർത്ത, കൈരളിയുടെ വാർത്തയും സമാനമായ രീതിയിൽ. കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെ ഇത്തരത്തിൽ വിമർശനപരമായ വിവരങ്ങൾ വരുമ്പോൾ മെറ്റ ചെയ്യുന്ന ആ പരിപാടി കേരളത്തിലും കേരള സർക്കാരിനെ വിമർശിച്ചാൽ അത് മെറ്റ ഫേസ്ബുക്കിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഈ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP നൽകിയ പ്രസ്താവനയും ഇന്ന് വൈകുന്നേരം ഇതുപോലെ തന്നെ മെറ്റ ഫേസ്ബുക്ക് നീക്കം ചെയ്തു. ആളുകൾ വായിക്കരുത്, അറിയരുത് എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് സംഭവിച്ച കാര്യം. അത് സനോജ് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി സൂചിപ്പിച്ചു എന്നു മാത്രം. ഞാൻ ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് വരികയാണ്. ശ്രീ രാജേന്ദ്രൻ, ഇത് നമ്മൾ ഈ പ്രതികൾ MDMA വ്യാപകമായി പിടിക്കപ്പെടുന്നുണ്ട്, പ്രതികൾ ജയിലിൽ പോകുന്നുണ്ട്, കേസ് മുന്നോട്ട് പോകുന്നുണ്ട്, പോലീസും എക്സൈസും ഒക്കെ നന്നായി കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ ഈ പ്രശ്നത്തെ ഇവിടെ കൂടുതൽ ഗൗരവതരമാക്കുന്നതും അതിനെ കൂടുതൽ ഉറ്റുനോക്കുന്നതും ഒരു വേള നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും ഈ പ്രതികളുടെ ഉന്നത ബന്ധങ്ങളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി തന്നെ അവർക്കുള്ളതൊരു സാന്ദർഭികമായ ബന്ധമല്ല, ഒരു ദീർഘനാളത്തെ ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഈ പ്രതികൾ തന്നെ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ കാലങ്ങളായി, ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പിട്ടതൊന്നുമല്ല, കാലങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളത്. ഏതായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന കൂട്ടുകെട്ടൊന്നുമല്ലല്ലോ ഇത്. അതിലേതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? VK സനോജ് പറഞ്ഞ 90% കാര്യത്തോടും ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് രണ്ട് സംശയങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ, അങ്ങ് ഡൽഹിയിൽ സോണിയാഗാന്ധി വരെ ഉള്ളവരുമായിട്ട് ചേർന്നു നിൽക്കുന്ന വളരെ അടുപ്പം തോന്നിക്കുന്ന ചിത്രങ്ങൾ, പല പരിപാടികളിലും പങ്കെടുത്ത് ആംബുലൻസ് ഉൾപ്പെടെ കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ,
ഇപ്പോൾ SIT എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നിയോഗിച്ചതും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നുള്ളതുമായിട്ടുള്ള SIT സംഘം പ്രതികളാക്കിയപ്പോൾ ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ആരെങ്കിലും പ്രതികളായിട്ടില്ല. പ്രതികൾ ആരെന്ന് തീർച്ചയായിട്ടും കോടതിക്കും ബോധ്യമുണ്ടല്ലോ. അവിടെ ഇവർ VD സതീശൻ എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോയും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ചേർന്നു എന്നുള്ളതുകൊണ്ട് സതീശൻ ഇതിലെ ഒരു പ്രതിയാണെന്ന് കരുതാൻ നമുക്ക് നിർവാഹമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇത്രയും അടുപ്പമുള്ള ഒരാളായിരുന്നു ഇദ്ദേഹമെങ്കിൽ, അതായത് കേവലം 28 വയസ്സ് മാത്രമുള്ള മുഹമ്മദ് ഹുസൈൻ എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ കേസിൽ നിന്ന് ഒഴിവാകാമായിരുന്നല്ലോ. ആരാ കണ്ടുപിടിച്ചത്? കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി. അദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ വരുന്ന ആളാണ്. അങ്ങനെയൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല ഗവൺമെൻറ് എന്നുള്ളതല്ലേ. നമ്മളീ കാണുന്നത് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല ഈ ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് പറഞ്ഞിരുന്നു. ഔദ്യോഗികമായിട്ട് അത് സതീശനും അംഗീകരിച്ചതായിട്ടും ഈ ചിത്രങ്ങൾ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ വളരെ അടുപ്പമുള്ള രണ്ട് വ്യക്തികളാണെന്ന് ദ്യോതിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷേ അവസാനമായിട്ട് നമ്മൾ സതീശനൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ OJ ജനീഷ് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. കോൺഗ്രസ്സിലും അതുപോലെ തന്നെ പിന്നെ യൂത്ത് കോൺഗ്രസ്സിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സതീശൻ പ്രതികരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സതീശനിൽ തന്നെ ഇതിൻ്റെ മറുപടി വരണം. അതുപോലെ VK സനോജിനോട് പറയാനുള്ളത്, DYFI പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ 28 വയസ്സും 25 വയസ്സും ഒക്കെയുള്ള വ്യക്തികൾ ഈ ഡ്രഗ് പെഡലേഴ്സായിട്ടും ഡ്രഗ് അഡിക്റ്റുകളായിട്ടും തീരുന്നത്. ശരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൂടി ഞാൻ നിർത്താം. പത്തനംതിട്ടയിൽ സമാനമായി ഷർഫിൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ, കേവലം 25 വയസ്സുള്ള ആൾ, അദ്ദേഹം ഇതുപോലെ ഡ്രഗ് മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബാഡ്ജൊക്കെ ധരിച്ചുകൊണ്ടും അതിൻ്റെ ഒരു വാരിയറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. അവസാനം പോലീസ് തന്നെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസ്കരിച്ച MDMA അതിൻ്റെ 150 ഗ്രാമോളം കണ്ടുപിടിച്ചു. അതുകൂടാതെ അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള വലിയ ഉപകരണങ്ങൾ, വലിയ വലിയ വില വരുന്നത് അതും കണ്ടെടുക്കുകയുണ്ടായി. അപ്പം DYFI അഡ്രസ്സ് ചെയ്യുന്ന ഇത് രാഷ്ട്രീയമല്ല. എന്തുകൊണ്ട് യുവതലമുറ ഇത് അഡിക്റ്റ് ആവുന്നു? തീർച്ചയായും സനോജ് പറഞ്ഞതുപോലെ തന്നെ, ബഹുമാന്യനായ സനോജ് MLA പറഞ്ഞതുപോലെ തന്നെ, നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഹിമപാളിയുടെ ഒരു ശകലം മാത്രമാണ്. ഇനിയും പലതും കാണാനിരിക്കുന്നു. സിനിമ ഫീൽഡ്, പോലീസ് ഫീൽഡ്, പൊതുവായി ഈ വിഷയത്തിൽ എപ്പോഴും ശ്രീ രാജേന്ദ്രൻ അതൊരു പൊതുവായ മയക്കുമരുന്നിൻ്റെ ഒരു വലിയ പിടിയിൽ അകപ്പെടുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നൊരു തലമാണ്. നിശ്ചയമായും ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ വലിയ തോതിൽ അമ്പരപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമ്മൾക്കെല്ലാം പറയാം. ഈ വലിയ അടുപ്പം, ഈ പ്രതികളുടെ അടുപ്പം, മയക്കുമരുന്ന്, രാസലഹരി, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന MDMA, ഇതുമായി ഈ പറയുന്ന സ്ഥലത്ത് നിന്ന്, എവിടെയാണ്, പെരുമ്പാവൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യമോ ഒന്നുമില്ലാത്ത വെറും കുഞ്ഞുങ്ങളൊന്നുമല്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളാണ്. അങ്ങനെ പോകണമെങ്കിൽ അത് ആദ്യത്തെ പോക്കല്ല, ഒരാൾ കൊടുത്തു വിടുകയായിരുന്നു. അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്, ഇത് ചെയ്ത് നല്ല ശീലമുണ്ട് എന്ന് സാമാന്യേന നമുക്ക് അനുമാനിക്കാം. ആ ബോധ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ആണ് ഈ പ്രതികൾ എന്നത് വ്യക്തമാവുകയാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജേന്ദ്രൻ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവായി ഇരുന്ന ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. വളരെ ഉത്തരവാദപ്പെട്ട പദവി തന്നെയാണ് പ്രതിപക്ഷ നേതാവും. ആ രണ്ട് പദവികളിലിരുന്ന VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ചേരുന്ന കൂട്ടുകെട്ടാണോ ഇത്? ഇത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ താങ്കളുടെ സംശയങ്ങളും സനോജിനോട് ചോദിച്ചൊക്കെ ഞാൻ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. സനോജ് അതിന് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവായി ഇരുന്ന് 5 വർഷം ഇരുന്ന് അതിനുശേഷം ആ കാലയളവിലെ സഹകരണമാണല്ലോ ഇത്. നിസ്സംശയം താങ്കൾക്കും അത് ബോധ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുമാണ്. ചേരുന്നൊരു കൂട്ടുകെട്ടാണോ ഇത്? തീർച്ചയായിട്ടും ഇവർ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും മരുന്ന് എറണാകുളത്തേക്ക് കൊണ്ടിരുന്ന ഡ്രഗ് പെഡലേഴ്സാണ്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്ന കച്ചവടക്കാരാണ്. ഇത് നടക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള പദവി അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയുന്നത്. ശരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യത്തിനടിമയാണെങ്കിൽ നമുക്ക് മണം കൊണ്ട് മനസ്സിലാക്കാം.
ഞാനതൊന്നുമല്ല ചോദിച്ചത്. സമ്മതിച്ചു. അതിലൊന്നും നമുക്ക് തർക്കമില്ല. എൻ്റെ ചോദ്യം അതല്ല. ഈ പ്രതികളുമായി ദീർഘനാളത്തെ ബന്ധം അദ്ദേഹത്തിനുണ്ടെന്ന് ഏതാണ്ടൊരു ബോധ്യം താങ്കൾക്കടക്കം വന്നു കഴിഞ്ഞു ഈ ചർച്ചയിൽ. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. ചേരുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ചേരുന്ന കൂട്ടുകെട്ടാണോ ഇത്? ഇത്രയേ ഉള്ളൂ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഈ ഡ്രഗുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് സതീശന് അറിയാമായിരുന്നു. ഇതാണ് ചോദ്യം. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആകുമായിരുന്നില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും ശ്രീ രാജേന്ദ്രൻ? അദ്ദേഹത്തിന് ഈ അറിവുണ്ടായിരുന്നോ ഈ വ്യക്തികളെ കുറിച്ച്? അതെങ്ങനെ കണ്ടുപിടിക്കും? അത് അന്വേഷണത്തിലല്ലേ കണ്ടുപിടിക്കാൻ കഴിയൂ, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയും വേണം. അദ്ദേഹം പറഞ്ഞാൽ ക്ലിയർ ആവുന്ന വിഷയമാണോ അത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം പറഞ്ഞാൽ അതോടെ ക്ലിയർ ആയി എന്നാണോ അതിനർത്ഥം? അദ്ദേഹം പറഞ്ഞാൽ പോരാ. നമുക്ക് ആദ്യം വേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട ആളിന്റെ മറുപടി നമുക്ക് വേണം. അത് കഴിഞ്ഞോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ അന്വേഷണമാകാം. ഓക്കെ, ക്ലിയർ. അന്വേഷണവും അതാണ് അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കണമെന്നില്ല. അവിടെ സനോജ് പറഞ്ഞ പോയിന്റിലേക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകനായ അദ്ദേഹം എത്തിയത്. ആദ്യം ഇതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണവും മറുപടി വേണം, വിശദീകരണം വേണം, സംശയമില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഡിവൈഎഫ്ഐയും പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് അല്പം മുമ്പ് സനോജ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവത്തിൻ്റെ പേരിൽ വി.ഡി. സതീശനെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി വളരെ ഏർലി ആയിട്ടൊരു വിചാരണയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളും ചോദ്യങ്ങളും അദ്ദേഹം പങ്കുവെച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് അദ്ദേഹം അദ്ദേഹം കാണിച്ച ഒരു പഴയ സംഭവം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ പോറ്റി നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പോറ്റിയും പിണറായിയും അങ്ങനെ ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഒരു തലത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് വിശദീകരിച്ചാണെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പോറ്റിയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി സഖാവും തമ്മിലുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ അതൊരു പൊതുപരിപാടിയാണ്. അതൊരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനം, അതും നിയമസഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പോർട്ടിക്കോയിൽ നടന്നിട്ടുള്ളൊരു പരിപാടി. അതിനൊരു സൈഡിൽ അദ്ദേഹം നിന്നിട്ടുണ്ടെന്ന് ശരിയാണ്. അത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വെച്ചല്ല, മറ്റേതെങ്കിലും സ്വകാര്യ ഇടത്ത് വെച്ചല്ല. ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ സോണിയാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധി ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ വെച്ച് ആയിരുന്നില്ല. ഈ പോറ്റിയും മറ്റേ സ്വർണ്ണം കട്ടവനും വാങ്ങിയവനും സ്വർണ്ണം വിറ്റവനും എല്ലാം കൂടി ഉള്ള ഒരു ഒറ്റ ഫ്രെയിമിൻ്റെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അത് എന്ന് കരുതിയിട്ട് സോണിയാഗാന്ധി ഇതിനകത്ത് പങ്കെടുത്തൊന്നുമില്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവർക്കെല്ലാം പ്രവേശനം കിട്ടാൻ മാത്രം വിധമുള്ള ഈ ചില ആളുകളുമായിട്ടുള്ള ബന്ധം, കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കന്മാരായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ആ സംഭവത്തെല്ലാം മുൻനിർത്തിയിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാരണവശാലും പറ്റില്ല. ഇത് വേറെ കേസാണ്. ഇതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ആത്മബന്ധമുള്ള നിരവധി മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനെങ്ങനെ നിഷേധിക്കാൻ വേണ്ടി കഴിയുക? അതൊന്നും പൊതുസ്ഥലത്ത് വെച്ചിട്ടല്ലല്ലോ, ഒരു കല്യാണ സ്ഥലത്ത് വെച്ചിട്ടല്ലല്ലോ. അതെല്ലാം വളരെ കൃത്യമായ സ്വകാര്യ മുറിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ വസതിയിലിരിക്കുന്ന ചിത്രമാണ്, ഒരു കയ്യിൽ മുണ്ടുകൊടുത്ത് ഇരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ അവിടെയെല്ലാം കയറി ചെന്ന് യഥേഷ്ടം ഇപ്പോൾ ഈ ടീഷർട്ട് എടുക്കുന്ന ചിത്രം, ഇതൊന്നും പൊതു സ്ഥലമല്ലല്ലോ, പൊതുവേദിയല്ലല്ലോ. അപ്പോൾ അവിടെയെല്ലാം യഥേഷ്ടം കയറി ചെല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ്? ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല ഇയാൾ കടത്തിയിട്ടുണ്ടാവുക. ഇയാൾ എത്ര കോടിയുടെ കച്ചവടം നടത്തിയിട്ടുണ്ടാവും, എത്ര കോടിയുടെ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം അദ്ദേഹത്തെ സഹായിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഈ ബന്ധമല്ലേ, ഈ ബന്ധം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ആർക്കും കിട്ടുന്നുണ്ടോ? ഇതെല്ലാം അന്വേഷണത്തിൽ കൂടി മാത്രമേ വ്യക്തമാവൂ. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്തതിന് പകരം, അതിന് ഉത്തരവിടുന്നതിന് പകരം ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളെ തുടക്കം മുതലേ ഇല്ലാതാക്കിയിട്ട് ജനങ്ങളെ കണ്ണിൽ നിന്ന് ഈ വാർത്തകൾ മായ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ലല്ലോ. ശരി, ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കാണ്. ലാല്,
ഞാനിപ്പോൾ ഒന്ന് പരിശോധിക്കുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയുടെ മുഖ്യമന്ത്രിയാകും മുമ്പ് തന്നെ വർഷങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, മറ്റൊരു ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്ന ഒരു ഔദ്യോഗിക പദവിയുമായിരുന്നു. ആ കാലയളവ് മുതലുള്ള ഒരു അടുപ്പത്തിൻ്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. അത്ര ഗൗരവമുള്ളൊരു വിഷയം. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ദേശീയ വാർത്ത പോലും ആകുന്ന വിധത്തിൽ മാനങ്ങൾ ഉള്ളതാണിത്. അവിടെയാണ് വളരെ ശക്തമായി മെറ്റയിൽ ഇടപെടൽ നടത്തുന്നു. മെറ്റയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒഴിവാക്കിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതെല്ലാം ചേർന്ന വളരെ ഗൗരവമായ ഒരു വിഷയം. ഏതൊക്കെ തരത്തിൽ പാനലിസ്റ്റുകളെ അവതരിപ്പിക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടാം. ആ നിലയിൽ ഇന്നത്തെ രാത്രി ചർച്ചയ്ക്കുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ MDMA കേസിൽ പ്രതികളായി നിൽക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരൊറ്റ വാർത്താ മാധ്യമവും ദൃശ്യമാധ്യമവും വൈകുന്നേരം ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൈരളി ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, മറ്റ് ഒരു മാധ്യമവും ആ നിലയിൽ. കോൺഗ്രസ് വക്താക്കൾ, ഞങ്ങളടക്കം ഈ ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു, കോൺഗ്രസ് വക്താക്കൾ ചർച്ചയ്ക്ക് പോകുന്നില്ല. പക്ഷേ മെറ്റയിലൊക്കെ സമീപിച്ച് വാർത്തകൾ മുക്കുന്നുണ്ട്, പക്ഷേ ചർച്ചയ്ക്ക് ആളെ അയക്കുന്നില്ല, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പ്രതികൾ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ചിത്രങ്ങളും വീഡിയോസും നിരവധി. അതിലൂടെ നമുക്കെല്ലാം ഓരോ അനുമാനം നടത്താൻ പാകത്തിന് കാര്യങ്ങളുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ കണ്ടമട്ട് നടിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ. ഈ ദൃശ്യങ്ങൾ, ഈ ചിത്രങ്ങൾ, ഇതെല്ലാം കണ്ട ലാലിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ആ അടുപ്പം, അടുത്ത ബന്ധം, അത് വ്യക്തമാണോ? അതുപോലെ തന്നെ ഗൗരവമാണോ സാഹചര്യം, വിഷയം? അല്ല, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഞാൻ നോക്കിക്കാണുന്നത്. അത് രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് VD സതീശനുമായി ഉള്ള ഈ MDMA വിഷയം, മറ്റൊന്ന് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ആദ്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, മാധ്യമപ്രവർത്തനായ രാജേന്ദ്രൻ പന്തളം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് യോജിക്കുകയും ചില കാര്യങ്ങളോട് വിയോജിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹവും അതുപോലെ തന്നെയാണ് ചെയ്തത്. അതിനകത്ത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, VD സതീശന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഹാൻഡിൽ അതൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം VD സതീശൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് സഭ്യമല്ലാത്ത രീതിയിൽ കമൻറ്റുകൾ, ആരോ കമൻ്റ് ഇട്ടു, അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ പുറത്തു വരികയുണ്ടായി. അത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് VD സതീശനെതിരെ എഴുതിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ഉറപ്പായിട്ടും ആ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ചെയ്തിട്ടുണ്ടാകുന്നതായിരിക്കണം. പക്ഷേ VD സതീശനാണ് അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ആൾ. കാര്യം VD സതീശൻ്റെ പേരിലാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുള്ളപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കേണ്ട ആളുണ്ടല്ലോ, അയാൾ ക്രെഡിബിൾ ആയിരിക്കണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും അദ്ദേഹം ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അത് എന്തുകൊണ്ട് ഉറപ്പിച്ചില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്രത്തോളം ആത്മബന്ധം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അത്രത്തോളം ആത്മബന്ധമുള്ള ആളെ മാത്രമേ ഇത് ഏൽപ്പിക്കൂ എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതാണ് അവിടുത്തെ കാര്യം. പ്രത്യേകിച്ച് ആദ്യത്തെ സാഹചര്യം ഡെവലപ്പ് ചെയ്ത ശേഷം പിന്നെ ഒരാളെ ഇത് ഏൽപ്പിക്കണമെങ്കിൽ, അത് അങ്ങനെ ടീം UDF എന്നൊക്കെ പറയണമെങ്കിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നതാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ കൃത്യമായി അറിയാവുന്ന ഒരാളെ മാത്രമേ അത് ഏൽപ്പിക്കൂ എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം പറയേണ്ട നമുക്കുള്ള ചോദ്യങ്ങൾ ഇതാണ്: അദ്ദേഹം ഇതെന്നാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്, എന്നാണ് ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചത്, ആര് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർക്കും ഒക്കെ ചോദിക്കാൻ കാണും. അത് തേങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ എന്നാണ് സാധാരണഗതിയിൽ ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലാതെ സ്പഷ്ടമായി ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? അദ്ദേഹം അല്ലാതെ ഈ പറയുന്ന ഒഴിഞ്ഞു മാറുന്ന ഒരു സാധാരണ രീതിയിൽ കൂടെ തന്നെയാണോ ഇതിലും കടന്നു പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അനുമാനിക്കാൻ കഴിയും. അങ്ങനെ ആണോ അദ്ദേഹം മറുപടി പറയുന്നതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ പുറത്തു വിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മാധ്യമം പുറത്തു വിട്ടിരിക്കുന്നതല്ല, എന്നുവെച്ചാൽ ഒരു പബ്ലിക് ഫംഗ്ഷൻ്റെ ഭാഗമായി വന്നിരിക്കുന്നതല്ല എന്ന് സനോജ് നേരത്തെ സൂചിപ്പിച്ചു. എന്ന് പറയുന്നത് പോലെ കയ്യിലൊക്കെ പിടിച്ച് ഈ പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്ന സന്ദർഭം പോലും അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VD സതീശൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട്, VD സതീശൻ അപ്പുറത്തേക്ക് പോയതുകൊണ്ട്
ആ അപ്പുറത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്? എന്ത് സന്ദർഭത്തിലാണ് പോയത്? ഏത് സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്, അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. കാര്യം ഇദ്ദേഹത്തിന് എത്ര ഇപ്പോൾ ഇയാൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അസറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ അസറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റ്സ് എന്നാണ് ഇയാൾക്ക് ഉണ്ടാക്കി? ഇപ്പം അയാളുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ ഇയാൾ എത്ര പെട്ടെന്ന്, നമ്മൾ പറയത്തില്ലേ പെട്ടെന്നാണ് ഇയാൾ കോടീശ്വരനായത്. അങ്ങനെ പെട്ടെന്ന് കോടീശ്വരനായ അടുക്കലേക്ക് വി ഡി സതീശൻ എങ്ങനെ ബന്ധം സ്ഥാപിച്ചു? ഇങ്ങനൊക്കെ ഒരു 1000 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വി ഡി സതീശനോടുള്ള ചോദ്യങ്ങളാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലേലും ആ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വന്നതുകൊണ്ട് വി ഡി സതീശൻ MDMA കച്ചവടത്തിൻ്റെ ഏജൻ്റാണെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചെന്നോ ഉള്ളതല്ലല്ലോ ഇവിടുത്തെ. അങ്ങനെ ഒരു കേസ് നമുക്കില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളാണ്, വർഷങ്ങളായിട്ട് MLA ആയിട്ടിരുന്ന ആളാണ്. ആ കാര്യത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യലിലൊന്നും ഒരു ചോദ്യമില്ല. ഈ പറയുന്ന അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ക്രെഡൻഷ്യലിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം അങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ ക്രെഡൻഷ്യൽ നമ്മൾ ഡൗട്ട് ചെയ്യുമ്പം അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കാര്യം ജനാധിപത്യ സമൂഹത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അദ്ദേഹം അക്കൗണ്ടബിൾ ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വാക്ക്, അക്കൗണ്ടബിൾ ആയിരിക്കണം. അങ്ങനെ അക്കൗണ്ടബിൾ അല്ലാതെ പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ അത് അപ്പോഴേ ആൾക്കാരങ്ങ് വിടും. അത് ആ എക്സ്പ്ലനേഷന് മുമ്പ് തന്നെ വിടുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് താങ്കളൊരു മാധ്യമപ്രവർത്തനാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയായി തോന്നുന്നില്ലാത്തതിൻ്റെ പ്രശ്നം ഈ പ്രതിപക്ഷ നേതാവിനെ പൗഡറിട്ട് നന്നായിട്ട് കുളിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. UDFO ഈ പറയുന്ന മറ്റാൾക്കാരോ അല്ല, മാധ്യമങ്ങളാണ്. കാര്യം മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ ആശയങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അവരിത് തുടരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ തുടരാനുള്ള സാധ്യതയാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം എന്താണ് മാധ്യമപ്രവർത്തനം എന്നുള്ളത്, അടിസ്ഥാന തത്വത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ കോട്ട് ചെയ്തേക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒരു പത്രത്തിലെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അവരിതൊന്നും ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെ അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും ബ്രീഡുള്ള മാധ്യമപ്രവർത്തകർ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സാധാരണഗതിയിൽ പൊതുവേ ഒച്ചപ്പാടാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രോഡക്റ്റായി വരുന്നത്, ചർച്ചകളുടെ പ്രോഡക്റ്റായിട്ട് വരുന്നത്. ഏറ്റവും ഞാൻ പറയുന്ന കാര്യം ചിലപ്പം ശരത്തേട്ടന് പോലും ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം മാധ്യമവർഗത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ക്രീഡ് ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ വരുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അടുത്ത ഒരൊറ്റ പോയിൻ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ പറയുന്ന വാദങ്ങൾ നോക്കൂ, മാധ്യമപ്രവർത്തനവും ഈ പറയുന്ന കാര്യങ്ങോട്ടെല്ലാം ചേർത്തൊന്ന് വായിക്കാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടത്തിൽ നിന്ന് പബ്ലിക് ഫംഗ്ഷനിൽ നിന്ന ഫോട്ടോയെക്കുറിച്ച് എത്ര ദിവസം കേരളത്തിൽ ചർച്ച നടത്തി? പിണറായി വിജയൻ നിന്നു എന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച നടത്തി? അദ്ദേഹം അത് കൃത്യമായി വിശദീകരിച്ചു. ഒരു ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, പബ്ലിക് ഫംഗ്ഷനായിരുന്നു, അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരിച്ച ശേഷവും അത് എടുത്തു കാണിക്കാനും മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന സ്വർണം കടത്തിയ പോറ്റിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇതേ നറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു രീതിയാണിത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഈ പറയുന്ന ഹാൻഡിൽ പിണറായി വിജയൻ്റെ ഏതെങ്കിലും ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇയാളുടെ വീട്ടിലോ വല്ലതും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മൂല്യം നശിച്ചതിനെക്കുറിച്ചും കമ്മ്യൂണിസം പൂർണ്ണമായി പോയി, ഇയാളുടെ പേരിൽ പ്ലീനം ചേരണം, സെൻട്രൽ കമ്മിറ്റി കൂടണം, പോളിറ്റ് ബ്യൂറോ പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നത് അവർക്ക് എന്താണോ വേണ്ടത് അതും പറയാൻ വേണ്ടി മാത്രം പോയിരിക്കുന്ന ചില അവതാരങ്ങളുണ്ട്. ആ അവതാരങ്ങളും പൊട്ടിമുളച്ച് പെട്ടെന്ന് ഈ ചാനലുകളിൽ വന്നിരുന്നേനേയും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. അപ്പം എന്തുകൊണ്ട് വി ഡി സതീശന് ഇനി ആനുകൂല്യം കിട്ടുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ പൗഡറിട്ട് കുളിപ്പിച്ച് കൊണ്ടിരുത്തിയിരിക്കുന്ന ആളായതുകൊണ്ടാണ് വി ഡി സതീശന് ഈ ആനുകൂല്യം കിട്ടുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആനുകൂല്യം കിട്ടില്ല. കാര്യം റിപ്പോർട്ടർ ചാനൽ പോലൊരു ചാനലിൻ്റെ വാർത്ത പോലും കൈരളി അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ റിപ്പോർട്ടർ ചാനൽ പോലും ഇന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരിട്ട വാർത്ത മുക്കിയെന്ന്. ആരെയാണ് ഇത്ര പേടിക്കുന്നത്? നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ എത്രയൊക്കെ വാർത്തകൾ കേരളത്തിൽ വന്നു. ഒറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞോ? നമ്മളെല്ലാം ചർച്ചയിൽ പോയി ആ കാര്യത്തിൽ വിശദീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ അദ്ദേഹം തന്നെയും നിയമസഭയിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന ആൾക്കാരാണ്.
ആ സ്ഥാനത്ത് ആ വാർത്ത ലോകമറിയാതിരിക്കാൻ മെറ്റയിലോട്ട് സ്വാധീനം ചെലുത്തി അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു തരംതാന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19(1)A പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എനിക്കുള്ള പോലെ തന്നെ മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന് ഘോരം വാദിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ് അത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന വാർത്ത അതിനെ നള്ളിഫൈ ചെയ്യാൻ, നെഗേറ്റ് ചെയ്യാൻ, സ്റ്റൈഫ്ലിംഗ് ദ വോയിസ് ഓഫ് അതർ, അതിനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ്. ഒരല്പമെങ്കിലും ജനാധിപത്യ മര്യാദ എന്നുള്ളതല്ല, ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ താങ്കൾ അതിൻ്റെ ചെയ്യാൻ പാടില്ല, അത് ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾ അറിയട്ടെ, താങ്കൾ ഇത് എപ്പോഴൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും, എപ്പോഴൊക്കെ ഇതിനെ എടുത്ത് കളയാൻ, ഈ ലിങ്ക് എടുത്ത് കളയാൻ ശ്രമിച്ചാലും അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തേ ഉള്ളൂ. അതിനുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാര്യം താങ്കൾ ഈ കാര്യം ചെയ്താൽ നമ്മൾ കൂടുതൽ രൂക്ഷമായിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരല്പം കൂടെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ടൈം ചെയ്തായിരിക്കും പറയുക. അത് ഓർക്കണം. താങ്കളുടെ വാർത്ത ഈ പറയുന്ന കളയുന്നതുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ അത്രത്തോളം ശക്തമായി നിൽക്കുന്ന സമയമാണ്. താങ്കളുടെ പേര് ചീത്തയാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ പേര് ചീത്തയാകുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്താൽ. ഞാൻ ലാലിനോട് തന്നെയാണ് നേരത്തെ രാജേന്ദ്രൻ പന്തളം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കണം, ആ പ്രതികരണം അറിയാൻ കാത്തിരിക്കുന്നു. പക്ഷേ ആ പ്രതികരണം കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ തന്നെ സമ്മതിച്ച മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകും മുമ്പ് തന്നെ വി ഡി സതീശനുമായിട്ടുള്ള അടുപ്പം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു അന്വേഷണവും വേണ്ടതുണ്ട് എന്നൊരവസ്ഥ വരികയാണ്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു, ലാലു പറഞ്ഞു, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു ചോദ്യം കൂടി ഞാൻ ലാലിനോട് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ ചെന്നിത്തലയുടെ തൂഫാൻ പണി കൊടുത്തത് വി ഡി സതീശനാണോ? അല്ല, അത്രയും കടത്തി ഞാൻ പറയുന്നില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഞാനതൊരല്പം റിസർവ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹം എൻ്റെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി. അത് ആർക്കണം. നേരത്തെ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ രാജേന്ദ്രൻ ലാൽകുമാർ, അതായത് ഞാൻ പറയാൻ കാര്യം, നേരത്തെ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞു കേരള പോലീസ് പിടിച്ചില്ലേ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പ്രോജക്റ്റായിട്ടാണ് തൂഫാൻ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രിക്കോ ഒന്നും വേറെ സ്റ്റേക്ക് ഉള്ളതായിട്ട് അറിയില്ല. കാരണം അവരെല്ലാം പല വിവാദത്തിൽപ്പെട്ടപ്പോഴാണ് ആഭ്യന്തരമന്ത്രി ഈ ഒരു മിഷനുമായി മുന്നോട്ട് പോയത്. ആ മിഷനിൽ ഞാൻ കാസർഗോഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ പ്രതികൾ അവരുടെ ഏറ്റവും വലിയ ബലമായി കരുതുന്ന ആ സ്വാധീനമൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് പിടിച്ചത് കേരള പോലീസാണ്. കേരള പോലീസിൻ്റെ മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഞാനതാണ് ചോദിച്ചത്, അതിലൂടെ പുറത്തു വന്നത് എന്താണ്? ഈ പ്രതികളുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള, വി ഡി സതീശൻ എന്ന നേതാവുമായിട്ടുള്ള, പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തെയാണ് അതിലൂടെ റിവീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതൊക്കെ സംശയമില്ലല്ലോ. ഞാൻ എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ എന്താണ്, വാട്ട് ഈസ് ദ റെവലേഷൻ. ഈ പറയുന്ന ബന്ധവുമായി, ഈ ബന്ധം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ പറയുന്ന ആൾക്കാർ ഇവിടുന്ന് നടന്ന് അയോധ്യയിലേക്ക് പോയി രാമനെ തൊഴുത് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ഇവിടുന്ന് ഈ പറയുന്ന പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് ഈ MDMA വെച്ച് ഈ നാട്ടിലെ കുട്ടികളെയും അവരുടെ ജീവിതത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരിടപെടൽ നടത്തുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ അതിന് ആ വിശദീകരണം ആദ്യം വരട്ടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യത്തിൽ അല്ല, ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വി ഡി സതീശൻ്റെ വിശദീകരണമാണ് ആദ്യം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് സംശയമില്ല. പക്ഷേ അന്വേഷണം ഏത് തരത്തിലും പോകും എന്നുള്ളപ്പം നോക്കൂ, ഞാൻ അതിനെ കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തുതരാം. ഈ പറയുന്ന വിഷയത്തിൽ വി ഡി സതീശനെ ഞാൻ പൂർണ്ണമായി മാറ്റി നിർത്തുന്നു. അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തുന്നു. അങ്ങനാണെങ്കിൽ പോലും ഈ പറയുന്ന ഡ്രഗ് പെഡലേഴ്സിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷനും അതിന് എവിഡൻസ് റിക്കവറിയുടെ കാര്യത്തിലും അതെങ്ങനെ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഏത് തലത്തിലായിരിക്കും ഇടപെടൽ വരുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പല വിഷയങ്ങളിനകത്തും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഓർഡർ വരുന്നത് നമ്മൾ കാണുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഓർഡർ വരണമെങ്കിൽ അത് പിന്നീട് ഒരൊറ്റരാക്കിയ കേരളത്തിൽ പറ്റൂ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ നേരത്തെ കണ്ട പല സന്ദർഭങ്ങളിൽ കണ്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം വരുമ്പം ഈ ഒരു കാരണവശാലും അപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുമ്പോൾ പോലും വളരെ ഇമ്പാർഷ്യലായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ, അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ലെവലിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് ആര് എന്നുള്ള ചോദ്യം
ഞാൻ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഈ പറയുന്ന റിലേഷൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് ആരുറപ്പ് വരുത്തും? യഥാർത്ഥത്തിൽ ഉറപ്പ് വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ് ഉറപ്പ് വരുത്തേണ്ടത്. ആ മുഖ്യമന്ത്രി വിശദീകരണം കൂടെ പറഞ്ഞില്ല എങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം അത് ഉറപ്പ് വരുത്തത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പറഞ്ഞില്ലേ, ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആദ്യം വരട്ടെ. ആ വിശദീകരണത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് ബാക്കി നമുക്ക് വിശദീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം. ലാലിലേക്ക് വരാം. ഞാൻ സനോജിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞതുപോലെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ അന്വേഷണ പരിധിയിൽ വരണം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയും ഈ പ്രതികളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ആരന്വേഷിക്കണം എന്നതിനെ സംബന്ധിച്ച് DYFI മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ DYFIക്ക് വിമർശനമുണ്ടോ? വിമർശനമുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് മൈക്കുമായി എത്തുന്ന മാധ്യമപ്രവർത്തകരോട് അത് നിങ്ങൾ പറയുമോ, അവതരിപ്പിക്കുമോ? രണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പ്രധാനപ്പെട്ട കാര്യം, ഇത് ടീം UDF അല്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ടീം UDF എന്നാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ടീം VD സതീശനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് മാത്രം കേന്ദ്രീകരിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. അതിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് ഈ പ്രതി പ്രവർത്തിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ സാമാന്യമായി ചിന്തിക്കാവുന്ന കാര്യം എന്താണ്? നാളെ ഈ ബന്ധമൊക്കെ ആ ചിത്രങ്ങൾ നൽകുന്നുമുണ്ട്. എല്ലാത്തരം ഇടങ്ങളിലും VD സതീശനൊപ്പം ഇരിക്കാൻ ആ പ്രതിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇടപഴകാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് അതാണ് ആ ചിത്രങ്ങൾ നൽകുന്നത്. സനോജ്, അതുകൊണ്ട് എൻ്റെ ചോദ്യം, നാളെ ഒരു കാലത്ത് ഉറപ്പുള്ളൊരു സീറ്റിൽ നിർത്തി VD സതീശന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാനും കഴിയും. അങ്ങനെയൊക്കെ ഈ കേസിലൊന്നും ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഭൂതകാലമൊക്കെ വെളുപ്പിച്ച് നാളെ MLA ആയി പോലും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇവരൊക്കെ വന്നേക്കാം. കാരണം ആ ബന്ധം അത്ര ദൃഢമാണല്ലോ. ഞാനിതിപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലേ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിത് രാവിലെ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നു, അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളെല്ലാം ഇതാ എന്ന് പറഞ്ഞ് ഞാനത് കാണിച്ചു. പല മാധ്യമപ്രവർത്തകർക്കും ഞാനത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളിതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നത് കാണാൻ കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഞാൻ എല്ലാ ചാനലും ഇന്ന് കണ്ടില്ല. ഏതായാലും കൈരളി ഒഴികെയുള്ള ചാനലുകളൊന്നും ഈ വിഷയം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഈ വാർത്തകളുടെ തമസ്കരണം എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വാർത്തകളുടെ തമസ്കരണം മാത്രമല്ല, ഇന്ന് മാധ്യമപ്രവർത്തകർ കുറേ കൂടി രോഷാകുലരായി പ്രതികരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്താ കാർഡുകൾ മെറ്റ ഇടപെട്ടുകൊണ്ട് പിൻവലിക്കുന്നു. മെറ്റയ്ക്ക് അങ്ങനെ തോന്നിയിട്ട് പിൻവലിച്ചല്ല. മെറ്റയ്ക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെയിൽ സന്ദേശം പോയിട്ടുണ്ട്, അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അങ്ങനെ പിൻവലിച്ചു. ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഈ മെറ്റയ്ക്ക് കാർഡുകളാണ് ഫേസ്ബുക്ക് മുക്കിക്കളഞ്ഞത്. കൈരളി ന്യൂസിൻ്റെ ഈ കാർഡുകളാണ് വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നോക്ക്. ഇത് LDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പൊതുപരിപാടിയിൽ 4ാമതായി 5ാമതായി 6ാമതായി അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് എത്രയോ ദിവസം അന്തിച്ചർച്ച നടത്തിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വാർത്താ സംസ്കരണം വാർത്ത ഉപയോഗപ്പെടുത്തിയിട്ട് മുഖ്യ കാര്യം കൂടിയാണെങ്കിൽ പിന്നെ പിണറായി വിജയനും മോഡിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇന്ന് എല്ലാ ചാനലിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഒരു ചാനലിലും കൈരളി ഒഴികെ കാണാൻ കഴിയുന്നില്ല. ഇത് അത്യന്തം ഗൗരവമായ ഒരു മാധ്യമ വിമർശനമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നാണ് ആ ഭാഗം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെയെല്ലാം സമ്പാദിക്കുന്ന പണം എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വാർ റൂം തുടങ്ങുകയും കേരളത്തിൽ ലക്ഷക്കണക്കിന് റുപ്യ ചെലവിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിലക്കെടുത്ത് ചില പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പരാതി കൊടുത്ത പെൺകുട്ടികൾ, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകർ, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ അഭിപ്രായം പറഞ്ഞ ആളുകൾ, അവരെയെല്ലാം അടിച്ച് തൂഫാനാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഘങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ ഇവരാണ്. കേരളത്തിലെ പല ഫേസ്ബുക്ക് പേജുകളും പല ഇൻസ്റ്റാഗ്രാം പേജുകളും അതിൻ്റെ എല്ലാം അഡ്മിനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇവർക്ക് എവിടുന്നാ പണം എന്ന് ചോദിച്ചാൽ MDMA കടത്തിയിട്ടും പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങളിൽ കൂടി പണം സമ്പാദിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് കുറേ നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഇവർക്കില്ലാത്തതുകൊണ്ടാണല്ല, പക്ഷേ സൗജന്യമായി കിട്ടുകയല്ലേ.
എന്തിന് കളയണം എന്ന മനോഭാവത്തിലായിരിക്കും ഇവരൊക്കെ നിൽക്കുന്നുണ്ടാവുക. മാത്രമല്ല ഇവരുടെ പാർട്ടിയിൽപ്പെട്ട എതിരാളികളെ നേരിടാൻ വേണ്ടി, ഇവരുടെ ഗ്രൂപ്പിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ നേരിടാൻ വേണ്ടിയിട്ടും ഇത്തരം സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരും ഇങ്ങനെയെല്ലാമുള്ള മാഫിയ സംഘങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. 10 മാഫിയ തലവന്മാർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പാർട്ടിയിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് സതീശന് പറ്റാവുന്ന കുറേ മാഫിയകളെ സതീശൻ കൂട്ടിയിട്ടുണ്ട്, രമേശൻ ചെന്നിത്തല പറ്റാവുന്ന കുറേ ആളുകളെ രമേശൻ ചെന്നിത്തല കൂട്ടിയിട്ടുണ്ട്, ഓരോ MLA-മാരും ഓരോ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ആർക്കും അപ്പുറം ഇപ്പുറം പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആരെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഇത്തരം മാഫിയ തലവന്മാരെ ആരെയാണ് കൂടെ നിർത്തുന്നത്, അവർക്ക് എന്ത് ഉണ്ടാവും? സോഷ്യൽ മീഡിയ റീൽസ് ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടാവും, പേജുകൾ വിലക്ക് വാങ്ങിയിട്ടത് ബൂസ്റ്റ് ചെയ്യും. ഒന്നും അറിയാതെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടന്നു പോകും. അതാണിത്. അല്ലാതെ ഇതൊന്നും അറിയാതെയൊന്നുമില്ല. കാരണം കേരളത്തിലെ പോലീസ് സംവിധാനം അത്ര മോശമൊന്നുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ആര് കടന്നു വരുന്നുണ്ടെങ്കിലും അവരെ എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അന്വേഷിക്കാനൊക്കെയുള്ള സംവിധാനമൊക്കെ പോലീസിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. ഇത്തരം മാഫിയ സംഘങ്ങളെ കൂടെ നിർത്തിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നത് എന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് തൊഴിൽ കൈയിട്ട് നടക്കുന്ന ബന്ധം ഉണ്ട് എന്ന് ഒരു പൗരൻ എന്ന നിലയിൽ പറയുന്നതിൽ നമുക്ക് അപമാനമുണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വിശദീകരണം നടത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പാലിക്കുന്ന ഈ മൗനമുണ്ടല്ലോ, അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അത് മൗനമാണോ ഒത്താശയാണോ? ഒത്താശയാണ്. ഒരു മൗനം എന്ന് പറഞ്ഞാൽ ഒത്താശയാണ്. കാരണം മാധ്യമങ്ങൾ നിയന്ത്രിക്കാനല്ലേ പുറപ്പെട്ടത്. യഥാർത്ഥത്തിൽ മോഡി കേന്ദ്രത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഈ കേരളത്തിലെ ഈ VD സതീശൻ ചെയ്തത്. അപ്പോൾ മോഡിയും VDയും ഒന്നാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അതായത് കേരളത്തിലെ ഗോദി മീഡിയയുടെ ഗുണഭോക്താവായി മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നാണോ ഭരണത്തിൽ? എത്ര ഉദാഹരണങ്ങളുണ്ടായി. ഏതെല്ലാം കാര്യങ്ങൾ ഇവർക്ക് യൂട്ടേൺ എടുക്കേണ്ടി വന്നു. ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ RSSുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പുകൾ എന്തൊക്കെയാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത്, TG മോഹൻദാസ് ഒരു വീഡിയോ ചെയ്ത് അശ്ലീല പരാമർശം നടത്തി ബലാത്സംഗ ആഹ്വാനം ചെയ്ത് ഇട്ട വീഡിയോ ഈ ദിവസമായിട്ടും പിൻവലിച്ചിട്ടില്ലല്ലോ. ഓക്കെ, യെസ്. അത് മാത്രവുമല്ല, ഞാൻ ചർച്ചയിലേക്ക് വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു കാര്യം കൂടി പറയട്ടെ. TG മോഹൻദാസിന് ജാമ്യം നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജാമ്യ ഉത്തരവിൽ കോടതി കേരള പോലീസിനെ അതിനിശിതമായി പോലീസിൻ്റെ നടപടികൾ, കള്ളക്കളികൾ, അതായത് ജയിലിൽ പോകാതെ മോഹൻദാസിന് ജാമ്യം കിട്ടും വിധത്തിൽ എങ്ങനെയൊക്കെ പെരുമാറി എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന് സാങ്കേതികമായ നിയമപരമായ പഴുതുകൾ, അതേസരത്ത് നടപടിക്രമങ്ങൾ നിർദ്ദേശിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് മാരാർജി ഭവനിൽ നിന്നാണെന്ന് സംശയം എല്ലാവർക്കും ഉണ്ടായല്ലോ. മാരാർജി ഭവനിൽ നിന്ന് കൊടുത്ത നിർദ്ദേശമാണോ ഈ നടപടിക്രമം ഈ നിലയിൽ പാലിച്ചത് എന്നത് സംശയമാണ്. കാരണം ഇന്നലെ CJM കോടതിയിൽ നടന്ന വാദങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി ചോദിച്ചു എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ല. കാരണം ഇയാളെപ്പോലത്തെ ഒരാളെ പൂട്ടണമെന്ന് അതിയായ ആഗ്രഹം കേരളത്തിലെ പോലീസിനും ഗവൺമെന്റും ഉണ്ടെങ്കിൽ ഒരിക്കലും വലിയ തമാശ. അതായത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ എന്ന പ്രചാരണം നടത്തുക, എന്നാൽ കോടതിയിൽ റിമാൻഡിൽ പോലും പോകാൻ കഴിയാത്ത വിധം ജാമ്യം വാങ്ങാൻ കഴിയും വിധത്തിലേക്കുള്ള ഒത്താശയും നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്താൽ കൂളായി ഇറങ്ങിപ്പോവും എന്ന കാര്യം ആർക്കറിയാത്തത്? നിയമത്തിൻ്റെ പ്രാഥമിക കാര്യം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. അപ്പോൾ വലിയ പ്രചരണം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത ഉണ്ടാക്കുക, നല്ല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുക, സുഖമായി ഇറങ്ങിപ്പോവുക, രക്ഷപ്പെടുത്തുകയത്. അതെ, അത് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു എന്ന് പറയാനും അതനുസരിച്ച് പ്രചാരണം നടത്താനും ഒരു വഴിയൊരുക്കുക. പക്ഷേ എന്നാൽ പ്രതിക്ക് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക, കസ്റ്റഡിക്കപ്പുറത്തേക്ക് ജയിലിൽ പോകാതെ ജാമ്യം നേടാനുള്ള സഹായം ഒത്താശ ചെയ്തു കൊടുത്തു എന്ന പ്രശ്നം നിൽക്കുന്നു. എന്നാൽ ഗുരുതരമായ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തേണ്ട സ്ത്രീപക്ഷ വകുപ്പുകൾ, വളരെ ജെനുവിനായി പരാതി കൊടുത്ത പരാതിക്കാർ, സംഘടനകൾ, ഇവരെയെല്ലാം മാറ്റിവെച്ച് ആരുടെ പരാതിയാണ് കേരള പോലീസ് പരിഗണിച്ചത് എന്നതുകൂടിയൊക്കെ പരിശോധിക്കണം. അതൊക്കെ വരും ദിവസങ്ങളിൽ പരാതിക്കാരടക്കം കുറേ കൂടി ശക്തമായി പറയുന്ന നില കൂടി വരും എന്നാണ് ആ കേസുമായി ബന്ധപ്പെട്ട് കൂടി സാന്ദർഭികമായി പറയാനുള്ളത്. ഞാൻ ഒന്ന് സനോജിലേക്ക് ഒന്നുകൂടി വരികയാണ്. അതിനുശേഷം ശ്രീ രാജേന്ദ്രനിലേക്കും ലാൽകുമാറിലേക്ക് വരികയും ചെയ്യാം. സനോജ്, ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മുമ്പ് ശ്രീ രാജേന്ദ്രൻ പറഞ്ഞു ഇന്ന് OJ ജനീഷ് എന്ന മന്ത്രി മാത്രമാണ് എന്തെങ്കിലും ഒന്ന് ഇതേക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് അദ്ദേഹം പറഞ്ഞതും വിചിത്രമാണ്. മന്ത്രി പറഞ്ഞത് കണ്ണികൾ
അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ എന്താണ് ശൃംഖലയിൽപ്പെട്ടവരോ മറ്റോ ഒക്കെയാണ് പ്രശ്നം, ഇവരൊക്കെ വെറും കണ്ണികളല്ലേ എന്ന മട്ടിൽ എന്തോ പറയുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മുഹമ്മദ് ഷിയാസ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണ്, കൊച്ചിയിലെ MLA ആണ്. ഷിയാസ് പറയുന്നത് അറസ്റ്റിലായ പ്രവർത്തകനെ അറിയില്ല, പ്രവർത്തകനാണെന്ന് ഏതായാലും സമ്മതിച്ചു, പക്ഷേ അറസ്റ്റിലായ പ്രവർത്തകനെ അറിയില്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു എന്ന മട്ടിലാണ്. തങ്ങൾക്കൊപ്പം ചിത്രമെടുക്കുന്നവരെ തടയാനാകില്ല അത്രേ, സ്ഥാപിത താല്പര്യക്കാർ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന മട്ടിലാണ് ഷിയാസ് MLAയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഈ വിശദീകരണം. സനോജ്, ഇതിപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് പൊതുസ്ഥലത്തല്ല, അത് തികച്ചും സ്വകാര്യമായ സ്ഥലത്താണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി അയാളുടെ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടു, അത് നമ്മൾ കണ്ടു. അപ്പോൾ പരിചയമില്ലാത്ത ആളുടെ വീട്ടിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ ഷിയാസിനോട് പറയാനുള്ളത് വളരെ കടുപ്പമായി പോയി നിങ്ങളുടെ പ്രയോഗം, ഇങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കരുത്. കാരണം ഷിയാസ് ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ആണ്. നേരത്തെ DCC പ്രസിഡന്റ് ആയതുകൊണ്ട് എന്തും വിളിച്ചു പറയായിരുന്നു. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ഇമാതിരി ക്യാപ്സ്യൂളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി കൂടുതൽ അപകടത്തിലേക്ക് പോവും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതിനകത്ത് സത്യസന്ധമായ വിശദീകരണമാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങളുടെ അവകാശമാണ്. കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല എന്ന് കക്ഷിരാഷ്ട്രീയ അതീതമായി എല്ലാ ആളുകൾക്കും അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അതവരുടെ അവകാശമാണ്. അപ്പോൾ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഷിയാസിനെ പോലെ ആളുകൾ ഇമാതിരി പെയിൻ്റടി നടത്തിക്കഴിഞ്ഞാൽ അത് കുറച്ച് കടന്നുപോയി എന്ന് മാത്രമേ ഷിയാസിനോട് ഓർമ്മപ്പെടുത്താനുള്ളൂ. ശരി, ഇവിടെ ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ടീം VD സതീശനാണ്, നോട്ട് ടീം UDF. അപ്പോൾ തന്നെ ആ ഒരു ടീമിൻ്റെ ഒരു ഫോർമേഷൻ എന്താണ്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, താല്പര്യം എന്താണ്, കോൺഗ്രസിനകത്തെ അത്തരം ഗ്രൂപ്പുകളുടെ പ്രസക്തി, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ് അയാൾ അവകാശപ്പെടുന്നതും അയാളുടെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം അത് അങ്ങനെ തന്നെ വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അതിനേതെങ്കിലും തരത്തിലുള്ളൊരു അത് നിഷേധിക്കലോ ഒന്നും സംഭവിച്ചിട്ടുമില്ല, അതങ്ങനെ നിൽക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിക്കണം, നിശ്ചയമൊന്നുമില്ല, എല്ലാവരും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ ആ വിശദീകരണം ഈ ഹെലികോപ്റ്റർ വിവാദത്തിൽ വന്നതുപോലെ ആവരുതല്ലോ, അല്ലേ? അതെ, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ചോദിച്ചത്. തീർച്ചയായിട്ടും ഒരു ഡ്രഗ് പെഡലറുടെ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വോയിസായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയും നമ്മളെ കാണിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു വിശദീകരണം സതീശനിൽ നിന്ന് കോൺഗ്രസ്സുകാർക്കും ഉണ്ടാവണം, അതുപോലത്തെ കേരളത്തിലെ ബഹുജനങ്ങൾക്കും ഉണ്ടാവണം. ഇത് ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരനായിട്ടല്ല, ആരെയും പിന്തുണയ്ക്കുന്ന ആളായിട്ടല്ല, കോമൺ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയാം. തീർച്ചയായിട്ടും അതിന് മാപ്പ് പറയണം. തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ അബദ്ധക്കുഴി കൊണ്ട ചാടിച്ചു. സതീശൻ്റെ ശ്രദ്ധക്കുറവ് ആണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. എടുത്തുചാട്ടക്കാരനാണ് സതീശൻ എന്ന് പൊതുവെ പറയാറുണ്ട്. അത്തരം ഒരു അബദ്ധം അദ്ദേഹത്തിന്, ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളം തന്നെയായിരിക്കും അടുത്തതായിട്ട് അപകടത്തിലേക്ക് ചാടുക. അവിടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അറബിക്കടൽ വന്നാലും ഞാൻ തീരുമാനം മാറ്റില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അവിടെ ഒരു തിരുത്തൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നതല്ല, വ്യക്തിപരമായ ഒരു ഔദ്ധത്യം അത് നല്ലതല്ല. ഇനി ശരത്ത് പറഞ്ഞ ഒരു ആംഗിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ പറ്റാഞ്ഞതിന് കൊടുത്ത ഒരു പണിയാണോ, ഇനി ഗുരുവായൂരപ്പൻ കൊടുത്ത ഉപദേശമാണോ, ഇതൊന്നും എനിക്ക് അറിയാൻ വയ്യ. അതെന്തായാലും നല്ലൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഒരു ജേർണലിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന്. പക്ഷേ ഞാൻ ലാലിനോടും കൂടെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഈ സോഷ്യൽ മീഡിയ കണ്ടൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്ന ആൾക്കാരെയാണ് ആ ചാനൽ മാനേജർമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വ്യൂവർഷിപ്പാണ്. അവർ പാലിക്കുന്ന സത്യസന്ധത, നീതി, ഇതിനൊന്നും ഒരു വിലയില്ല. ഈ സത്യാനന്തര കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം കൂടെ പറയും. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി, ഒരു ചിത്രത്തിന് ഇപ്പോൾ ധാരാളം കള്ളം പറയാൻ കഴിയും. പക്ഷേ ശരത്ത് ഈ കാണിച്ച ചിത്രങ്ങളൊന്നും കള്ളം പറയുന്നവയല്ല എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമാവുന്നതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടെ അന്വേഷണം നടത്താം. ഡീപ്പ് ഫേക്ക് വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പുവരുത്താൻ സംവിധാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അതിനെക്കുറിച്ചും അന്വേഷണമാകാം. വരട്ടെ. എന്തായാലും ഇതൊരു മറുപടി അർഹിക്കുന്നു, ചർച്ചയും അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ബോധ്യവും വിശ്വാസം. തീർച്ചയായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് വളരെ പ്രസക്തവുമാണ് ആ നിരീക്ഷണം. ഞാൻ ലാലിലേക്ക് കൂടി അവസാനമായി, ലാല്, ഞാൻ പെട്ടെന്ന് ഓർത്തത് ഈ സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഓർമ്മയുണ്ടല്ലോ, 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അന്ന് യഥാർത്ഥത്തിൽ ഇതാദ്യം പുറത്തു വന്ന പേരുകൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ സഹായികളായി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജോപ്പൻ്റെയും ജിക്കുവിൻ്റെയും പേരിലാണ്. ഓർമ്മയുണ്ടാവുമല്ലോ.
ആദ്യ നടപടി ഉണ്ടായതും അവരുടെ പേരിലാണ്. പിന്നീട് തിരുവഞ്ചൂർ അവരെയാണ് ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്ത സമയത്ത് പോയി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ടുള്ള ഒരു സഞ്ചാരമൊക്കെ ആ വിഷയത്തിന്, ആ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ആ കേസിൻ്റെ വളർച്ചയൊക്കെ നമുക്കറിയാം. ഞാനത് പറയാൻ കാര്യം, ഇവിടെ പുതിയ UDF സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി VD സതീശൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തോതിൽ സംശയം വരുന്നതും ചർച്ചയാകുന്നതും ടീം VD സതീശനിൽ നിന്നാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സന്തത സഹചാരി അല്ലെങ്കിൽ വിശ്വസ്തരായി കൂടെ നിന്ന ആളുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വിഷയമായി അത് മാറിയെങ്കിൽ ഇവിടെ ടീം VD സതീശനാണ് VD സതീശന് മുമ്പിൽ ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത്. മാസങ്ങൾ കൊണ്ട് തന്നെ ഭരണം ചെയ്യുകയാണോ? ഇതിനുത്തരം കൂടാതെ ഒരു കാര്യം കൂടെ, ടീം VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം യഥാർത്ഥത്തിൽ അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അപ്പം തമ്പുരാനും ചിറ്റപ്പനും സുഭദ്രയും എന്ന് പറയുന്ന പോലെ 2-3 പേരെ അദ്ദേഹത്തിനടുത്ത് ഉള്ളൂ. മന്ത്രിമാർ പോലും പലരും അപ്പുറത്താണ്. അപ്പം അദ്ദേഹം കൂടുതൽ കെയർഫുൾ ആയില്ലെങ്കിൽ, എന്നുവെച്ചാൽ ഈ പറയുന്ന കുരുക്കിലൊന്നും പോയി ചാടാതിരുന്നില്ലെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടുപോകത്തേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ അരഗൻ്റായിട്ടുള്ള ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇതൊക്കെ ജനങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തി. പിന്നെ മാധ്യമപ്രവർത്തകർ രാജേന്ദ്രൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വാക്ക് നോക്കൂ. സോഷ്യൽ മീഡിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതുവഴി ആൾക്കാരിലേക്ക് ഒരുപാട് പേരിലേക്ക് എത്തും. ഇപ്പം UDFന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങളിലേക്ക് എത്താനുള്ള സോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സോഴ്സായിട്ട് മാത്രമേ ഞാൻ അതിനെ മാധ്യമം എന്ന് കാണുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കാണുന്നുള്ളൂ. ഇപ്പം വൃത്തികേടുകൾ മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഒരു വിശദീകരണം ഇപ്പം തന്നെ വരികയും ചെയ്തു, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചർച്ചയിൽ റെഫറൻസ് വരുന്നു. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് അതൊരു വിമർശനമായിട്ട് തന്നെ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് മാധ്യമപ്രവർത്തനായ രാജേന്ദ്രൻ പന്തളവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. അദ്ദേഹം ഈ പറയുന്ന മെറ്റയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വന്ന പോസ്റ്റുകൾ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തനം കൂടിയല്ല, അദ്ദേഹം എപ്പോഴും മാധ്യമപ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു റെഫറൻസ്, അതിനൊരു വിമർശനം ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിപ്പോയ പോലെ എനിക്ക് തോന്നുന്നു. ഇനിയുമാണേലും കറക്റ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും ചർച്ച അവസാനിപ്പിക്കാം. സനോജ്, ഒറ്റ കാര്യം നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം വേണം എന്ന് പറയുന്നിടത്ത് DYFI അവിടെ മാത്രമായി നിൽക്കുകയാണോ? ഇതിനപ്പുറം ഈ വിഷയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു അധാർമികതയുണ്ട് എങ്കിൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്, ഉയരുന്ന സംശയങ്ങളാണ്, പല ദുരൂഹതകളും നിൽക്കുന്നു. താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പണത്തിൻ്റെ വരവ്, സാമ്പത്തിക സ്രോതസ്സുകൾ, ഇത് പ്രധാനമാണ്. ഇത്തരം മയക്കുമരുന്ന് ഇടപാടിലൂടെ ആർജിക്കുന്ന പണം എവിടേക്കൊക്കെ പോയി, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരായി, ഇവരിലേക്ക് ആരൊക്കെ പണം ഒഴുക്കി, അതിലൂടെ അവരുടെ കാര്യസാധ്യം നടന്നിട്ടുണ്ടോ, നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ DYFIയുടെ പ്ലാൻ എന്താണ്? ഒന്നാമത്തെ കാര്യം, DYFI ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കായിക മേഖല ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയെല്ലാമുള്ള നിരവധി പദ്ധതികൾ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയ പ്രസ്ഥാനം ഞങ്ങളാണ്. അതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി തുടരും. ഇത്തരം ആളുകളെ തുറന്നു കാണിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും. മറ്റൊന്ന്, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള മുഖ്യമന്ത്രിയുമായി ഉയർന്നു വന്നിട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് വരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ രംഗത്ത് വരും. ഇപ്പം നാളെ എറണാകുളം ജില്ലയിൽ ശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ആളുകളെല്ലാം കബളിപ്പിച്ചിട്ട് പോകാൻ ധരിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. പറഞ്ഞിട്ടില്ലെങ്കിൽ മറുപടി പറയിക്കാൻ ആവശ്യമായിട്ടുള്ള അതിശക്തമായ യുവജന പ്രക്ഷോഭം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ആ ഭാഗം സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവൻ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. ആർക്കും ഒരക്ഷരം പറയാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരെ പോലും വേട്ടയാടുന്ന വിധത്തിലുള്ള ഒരു വൻ മാഫിയ സംഘമായിട്ട് ഇവർ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവർക്ക് പണം, ഈ പണം എന്ന് പറയുന്നത് ഈ ലഹരി കടത്തിൽ കൂടി കിട്ടുന്ന പണമാണ്. പത്തനംതിട്ടയിൽ നെഹാസ് ആരാണ്? പത്തനംതിട്ടയിലെ നെഹാസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് 2-3 കിലോ കഞ്ചാവ് പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ തലയിലിട്ട് രക്ഷപ്പെട്ടു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ അയാളെ പിടിച്ചിട്ട് ആഭ്യന്തര ഓഫീസിൽ ഇരുത്താനുള്ള ശ്രമം നടത്തിയ വാർത്തയും കോൺഗ്രസ് വൃത്തങ്ങൾ നേരത്തെ പുറത്തു വന്നു. ഇപ്പം ഏതായാലും അങ്ങനെ ഉത്തരവൊന്നും വന്നിട്ടില്ല, ഭാഗ്യം തന്നെ.
അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ആളുകളെ ഞാൻ അതാ പറഞ്ഞത്, ഓരോ ആളും മത്സരിച്ച് അവരുടെ ആളാക്കി വെക്കുകയാണ്. അവിടെ വീട്ടിൽ പോകുന്നു, അവർക്ക് റീലിടാൻ ഉള്ള അവസരം കൊടുക്കുന്നു, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടാണ് പല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത്, പല കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നത്, പല ചെക്കിങ്ങിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ചില അപൂർവം ആളുകൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. ഇത് അപൂർവമായ സംഭവമാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരം സംഭവങ്ങൾ കൂടിയിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ടുള്ള തെളിവാണ്. ഇത് മഞ്ഞുമലയുടെ അറ്റത്ത് നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതിശക്തമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഏതായാലും മാധ്യമങ്ങൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും നാളെ മാധ്യമങ്ങൾക്ക് കുറെ കൂടി ശക്തമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐ നാളെ അതിശക്തമായ ഒരു സമരവുമായി ഈ വിഷയത്തിൽ ഇറങ്ങുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വളരെ ഗൗരവമായ, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിക്കണം. അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും വരണം. CM വിത്ത് MDMA പ്രതികൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് കേരളം നിൽക്കുകയാണ്. ടീം VD സതീശൻ എന്നത് മയക്കുമരുന്നു പ്രതികളുടെ ഒരു സങ്കേതമായിരുന്നോ എന്ന ചോദ്യം വരുന്നു. ഇതിലൂടെ സമാഹരിച്ച പണം, ആ സാമ്പത്തിക സ്രോതസ്, അത് എവിടേക്കൊക്കെ എങ്ങനെയൊക്കെ പോയി? രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നതിനോ തണുപ്പിക്കുന്നതിനോ ഒരു തരത്തിലും സഹായകരമാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നാണ് ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിലെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റാൻഡ്. 3 പേർക്കും വളരെ നന്ദി അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.